തിരിച്ചു പോവാണ് എല്ലാരും ഒരുമിച്ച് ഒരിക്കൽ കൂടി ബിഗ് ബോസിനകത്തേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? വളരെ നല്ല ഫീലിംഗ് ആണ്. അതായത് എല്ലാവരും കൂടി ഒരുമിക്കണ ഒരു അവസരമാകുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഒരു ഫ്രഷ് പരിപാടി, ഹാപ്പിയാണ്. ഒരുപാട് നാള് മിസ് ചെയ്ത ജാസ്മിനൊക്കെ കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവിടെ കാണാം. അതേ ഉള്ളൂ, സിനിമന്റെ ഒക്കെ അവിടെ കാണാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ഇന്നലെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു എപ്പിസോഡ് കണ്ടിട്ടുള്ള. ജാസ്മിനെ വാഴയില് ഗബ്രിന്റെ പേരൊക്കെ അത് കണ്ടായിരുന്നു. അല്ല, ഓരോരുത്തരും അവരെ ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാൻറ്റിക് ആയിട്ടൊന്നും അല്ലല്ലോ. അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും, മിസ്സിങ് ചെയ്യുന്ന. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിൻ്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ്, കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊക്കെ അകലം കാണിക്കുമോ ജാസ്മിനോട്? അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ കപ്പ് കിട്ടണം തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ജാസ്മിൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല. ജാസ്മിൻ ആണോ ബിഗ് ബോസിലെ കണ്ടന്റ് കൊടുക്കുന്നത്? എന്താ ജാസ്മിൻ ആണോ ബിഗ് ബോസിലെ കണ്ടന്റ് കൊടുക്കുന്നത്? എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, നല്ല കാര്യം. അപ്പൊ മതി. ഓക്കെ.